Watch full episodes on Jio Hotstar. വെറുതെ പറയല്ല, അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലത്തെ കാലാവസ്ഥയിൽ ചൂടായിട്ട് ചായ കുടിക്കാൻ നല്ല രസമുണ്ടല്ലേ? എന്ത് നല്ല രുചി അല്ലേ? പറ ചേട്ടാ, ഞാൻ കുറച്ചു മുമ്പേ ന്യൂസിൽ കേട്ടതാണ് ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് റോഡുകളൊക്കെ ബ്ലോക്ക് ആത്രേ. ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ സ്ഥലം കിട്ടുമോ പ്ലീസ്? അത് ശരിയാ, വളരെ വലിയ കൊടുങ്കാറ്റാ വന്നത്. റോഡൊക്കെ ബ്ലോക്ക് ആയി പോയി. ആ കാണുന്നതാണ് എന്റെ വീട്. നിങ്ങൾക്ക് അവിടെ താമസിക്കാം. 2-4 ദിവസം ഇവിടെ തങ്ങേണ്ടി വരും. അപ്പോഴേക്ക് റോഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കിട്ടും. നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് നിങ്ങളെന്താ എണീക്കാത്ത? ഇത്ര നേരം കിടന്ന് ഉറങ്ങി എങ്ങനെയാണ് ശരിയാവണത്? ഞാൻ ഇത്ര നേരം ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി. ഇനി എന്താ ചെയ്യുക? നന്നായിട്ട് ഉറങ്ങുന്നത് ഞങ്ങൾ ആരാണ് ഇപ്പൊ ഇത്ര രാവിലെ ഉണർത്തിയത്? അതെ, പെട്ടെന്ന് പുറത്തേക്ക് വാ. ക്യാപ്റ്റൻ ജിൻഡു വന്നിട്ടുണ്ട്. എക്സസൈസിന് സമയമായി. എക്സസൈസോ? എന്താണോ സത്യത്തിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അതെ, എന്താ പറ്റിയത്? ഇവിടെ ഇതെന്താ സംഭവിക്കുന്നേ? ക്യാപ്റ്റൻ ജിൻഡാണ്. അദ്ദേഹം എന്താണോ പറയുന്നത് നിങ്ങൾ എല്ലാരും അതുപോലെ തന്നെ അനുസരിക്കണം. ഇത്ര നേരം വാതിൽ കൊട്ടിയിട്ട് ഇപ്പോഴാണ് നിങ്ങൾ തുറക്കണത്? ഇതാണ് ഇത്ര നേരം കിടന്ന് തുറക്കണത്? ഓരോ ജോലികൾ ചെയ്യണം, അതൊക്കെ വൃത്തിയാക്കി വെക്കണം. അയാൾ എന്തായി പറയുന്നത്? ഫ്രണ്ട് റോഡ് ചെയ്യാനാണ് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ലേ? ഞങ്ങൾക്ക് ഇതൊരു ശീലമായി പോയി. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരും. ഇതൊന്നും ചെയ്ത കാര്യങ്ങളല്ല. ഞാനൊന്നും പറയണോ? പറയേണ്ട കാര്യങ്ങളല്ലോ. വന്നേ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും രക്ഷിക്കോ? ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിക്കൂ. ഡോക്ടർ ചട്ക, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആരാണ് പുതിയ ആൾക്കാർ? എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടോ? ആരും എനിക്കറിയില്ലോ. ഈ കൂട്ടത്തിൽ ആരാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എഴുതിലേക്ക് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരാ? നിങ്ങൾ എവിടെയാണ്? എവിടെയാണ് വരുന്നത്? എന്തിനാണ് വരുന്നത്? ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാര്യം? അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ ആരാണെന്നാ, എന്തിനു വന്നെന്നാ, എവിടുന്ന് വന്നെന്ന്. സോറി, എന്റെ പേര് മോട്ടു എന്നാണ്. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. ഇത് ഡോക്ടർ ജട്ക, ഇത് ഗസീട്ടാറാം, പിന്നെ ഇതാണ് ഇൻസ്പെക്ടർ ചിങ്കം. ഇവിടെ ആരും എന്റെ വിരുന്നുകാരല്ല, ആരും എന്റെ കൂട്ടുകാരും അല്ല. ഞാൻ പറയുന്ന പോലെ തന്നെ കേൾക്കണം. ഇവിടെ എല്ലാം എന്റെ നിയമമാണ്. ഇവിടെ എല്ലാം സമമാണ്. നിങ്ങൾ പെട്ടെന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ നടക്കണം. എല്ലാം റോൾ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. വെറുതെ ഇരുന്നില്ല, അതിന് വലിയ പണിഷ്മെന്റ് കിട്ടും. മതി. ഇവിടെ വിശ്രമം മതി. നീ കിടക്കണ്ട. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വാ. പെട്ടെന്ന് എഴുതിട്ട് പോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. എന്റെ അമ്മോ, ഇനി എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണമെന്നോ? എനിക്ക് എണീക്കാൻ തന്നെ വയ്യ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ എന്തിനാ അവനെ കാണുന്നത്? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വല്ലാണ്ട് തളർന്നിരിക്കുകയല്ലേ? വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു കളഞ്ഞു. അത് ഇവിടെയുള്ള എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാ. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എല്ലാവരോടും നാട് മൊത്തം ക്ലീൻ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജോലിക്ക് വിടത്തുള്ളൂ. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഇല്ലെങ്കിൽ സർദാർജി ഉണ്ടല്ലോ, നമ്മുടെ ചോര നീരാക്കി കളയും. സാർ, ഇത് ഇവിടുത്തെ അടിപൊളി ഡിഷാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അടിപൊളിയായിരിക്കും. ഐഡിയ. ഡോക്ടർ ജട്ക, നമ്മുടെ TV റിമോട്ട് കൊണ്ട് എപ്പോഴും പോസ്, പ്ലേ, വോള്യൂം, ചാനൽ ചേഞ്ച് ചെയ്യില്ലേ? അതേപോലെ ഒരെണ്ണം നമുക്ക് മിസ്റ്റർ സെഡിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റില്ലേ? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, തീർച്ചയായും ചെയ്യാൻ കഴിയും. ഇതാ ഉണ്ടല്ലോ. മതി. ഇനി എല്ലാവരും എണീക്കുക. പെട്ടെന്ന് നോക്ക്. അടുത്ത കാര്യം നടക്കട്ടെ. പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. പെട്ടെന്ന് നടക്കട്ടെ. പതുക്കെ നടക്കല്ലോ. വെറുതെ റിലാക്സ് ചെയ്യരുത്. ജോലി തയ്യാറാണ്. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തെ പാസ് ചെയ്യാം. പാസ് ഫോർവേഡ്, സ്ലോ മോഷൻ എല്ലാം ചെയ്യാം. എന്താ അവിടെ ചെയ്യുന്നത്? പെട്ടെന്ന് ജോലി താങ്ക് യു വലിയേട്ടാ, താങ്ക് യു വെരി മച്ച്. ആ റിമോട്ട് എനിക്ക് തരൂ. ഇങ്ങോട്ട് തരൂ. ഇതല്ലേ? വെരി ഗുഡ്.
എന്താ എല്ലാരും ചെയ്യുന്ന പെട്ടെന്ന് എല്ലാം ക്ലീൻ ചെയ്യ വളരെ പെട്ടെന്ന് ഇതും നന്നായിട്ടുണ്ട്. ഇതെല്ലാം എന്റെ ആ കൂട്ടുകാര് ചെയ്ത പണിയാ. അവര് പതിയെ പറയുള്ളൂ, നമുക്ക് അതുപോലെ ചെയ്യാം. ഓക്കേ, ഇപ്പൊ എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞു. അല്ല, എന്ത് പറ്റി ഇദ്ദേഹത്തിന്? ഒന്നുമില്ലെന്നേ, ഒരു ടീ ബ്രേക്കിന് വേണ്ടി ചെയ്തതാ. നമ്മൾ വരുന്നത് വരെ ഇയാൾ ഇങ്ങനെ തന്നെ നിന്നോളും. വൗ, ഗുഡ് ഐഡിയ. വാ, നമുക്ക് വീണ്ടും അവരെ പോയി ശല്യം ചെയ്യാം. അയ്യോ, അല്ല, ഇപ്പോഴെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവന്റെ പേര് റെപ്പീസ. ഭയങ്കര ശക്തനാണ്. റെപ്പീസ ആ മല മുകളിലാണ് താമസിക്കുന്നത്. 2-3 മാസം കൂടുമ്പോ ഇങ്ങോട്ട് വരും. അവർക്ക് ഭക്ഷണത്തിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളാണ് കൊടുക്കുന്നത്. അത് വാങ്ങിയിട്ട് അവർ തിരിച്ചു പോകും. അഥവാ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെയൊക്കെ അടിച്ച് പഞ്ചറാക്കും. അതൊക്കെ എന്തിനാ? അതെ, വേണ്ട, അങ്ങോട്ട് പോകണ്ട. അവൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. മലമുകളിലെ പ്രത്യേക പദാർത്ഥങ്ങളൊക്കെ കഴിച്ച് അവൻ നമ്മളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളവരായി മാറിയിരിക്കുകയാണ്. നിന്നെ ഞാൻ ആക്കും പീസ. ഇനി ഒരിക്കലും നീ ഈ ഗ്രാമവാസികളെ ശല്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അയ്യോ, എനിക്ക് പേടിയാകുന്നു. എനിക്ക് നിങ്ങളെ കണ്ടിട്ടേ പേടിയാകുന്നു. എന്നെ അടിക്കൂ, എന്നെ ശിക്ഷിക്കൂ, പ്ലീസ് പ്ലീസ്. ഞാനൊരു വൃത്തികെട്ട മനുഷ്യനല്ലേ? അത് ശരി, ആളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണോ നീ? നിന്റെ ശരീരത്തിലെ പ്രോട്ടീൻ മുഴുവൻ ഞാനിപ്പോ ഛർദിപ്പിക്കാടാ. എന്നെ അടിച്ച പ്രശ്നമില്ല, പക്ഷെ എന്റെ കൂട്ടുകാരാരെങ്കിലും നിങ്ങൾ കൈവച്ചാലേ എന്റെ സ്വഭാവം മാറും. നിങ്ങൾക്ക് എന്നെ അറിയില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? മോട്ടു തല്ല് വാങ്ങിയത് മാത്രല്ല, ഞങ്ങൾക്ക് വീട്ടിൽ നല്ല വാങ്ങിച്ചു തന്നല്ലോ മമ്മി. സ്റ്റോപ്പ്. മാർക്കറ്റ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. പത്ലു, ഇവന്മാര് ഭയങ്കര ശക്തിയുള്ളവന്മാരാണ്. എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഒരു കാര്യം ചെയ്യ്, റിമോട്ട് എന്റെ കയ്യിലേക്ക് താ. എന്നിട്ട് ഓരോരുത്തരായിട്ട് പോയിട്ട് നിങ്ങളുടെ കൈകൾ തെളിയിച്ചിട്ട് വന്നോ. നമുക്ക് ഇനി ഇത് തുടങ്ങാം. അല്ല, ഞാൻ എനിക്കും ചാൻസ് തരാമോ പ്ലീസ്? ഇനി മുതൽ ഞങ്ങൾ ഇവിടെ എത്തി നോക്കത്തു പോലും ഇല്ല. സോറി. എന്നോട് ക്ഷമിക്കുക. സത്യമാണോ? സത്യം. ഓഹോ, താങ്ക് യു മോട്ടു പത്ലു. പിന്നെ നിങ്ങളുടെ റിമോട്ട് കാരണം ഒരുപക്ഷെ ഞാനും ശരിയായി. നോക്കൂ, ഞാനും നോർമലായിട്ടാ സംസാരിക്കണേ. പിന്നെ നിങ്ങൾക്ക് എത്ര വേണേലും ഇവിടെ താമസിക്കാം കേട്ടോ. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ എന്നെ കൊണ്ട് കാലത്തോട്ട് എത്ര വേണേലും എക്സസൈസ് ചെയ്യിപ്പിച്ചോളൂ. പക്ഷെ സമൂസ എനിക്ക് തന്നുകൊണ്ടേ ഇരിക്കണം. അതെ വലിയേട്ടാ, ദൂരത്തുള്ള സൂര്യനൊന്ന് നോക്കിക്കേ, എത്ര മനോഹരമാണ് അല്ലേ? കൊള്ളാം, എന്ത് സുന്ദരമായ കാഴ്ച. ആ പർവ്വത നിരകൾ എന്ത് രസമാണ്. അവിടങ്ങളിൽ നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ? എന്ത് പറയുന്നു?
പൊളിച്ചെടുത്തല്ല. സർ, ആ സ്ഥലത്തെ ഹോണ്ടഡ് ഏരിയ എന്നാണ് പറയുന്നത്. അവിടുന്ന് എപ്പോഴും പാറകൾ താഴെ വീഴാറുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ല. നീ പറയുന്നത് പോലെ വാണ്ടഡും ഹോണ്ടഡും എന്നും പറഞ്ഞ സ്ഥലങ്ങളൊന്നുമില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും. സർ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ഇഷ്ടം പോലൊക്കെ ചെയ്തോളൂ. പൊളിച്ചെടുത്തല്ല. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇതെന്താ ഇത്? ഈ മലയ്ക്ക് നല്ല ഉയരമുണ്ടല്ലോ. അല്ല, എന്താ ഒരു ശബ്ദം? വാ പോയി നോക്കാം. ചേടാ, ആ കാണുന്ന ആരാണ്? അവരെന്താ ഇവിടെ ചെയ്യുന്നത്? പാറ ഉരുട്ടിയിട്. എന്താ ഇത്? ആള് പറയുന്ന പോലെ കല്ല് വീഴുകയാണല്ലോ. വേഗം വേഗം എല്ലാവരും താഴെ ഇറങ്ങൂ. വേഗം ഇറങ്ങൂ. വരൂ വരൂ. ഞാൻ രക്ഷപ്പെട്ടു. ബോസ് ബോസ്, കുറച്ച് ആളുകൾ നമ്മുടെ സ്ഥലം വരെ എത്തിയിരിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ. പേടി എന്തിനാ? പേടിയൊന്നും വേണ്ട, നീ ധൈര്യമായിട്ട് ഇരിക്ക്, നമുക്ക് നോക്കാം. സ്നോബെ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യുക. ഒരാള് പോലും രക്ഷപ്പെടാൻ പാടില്ല. ഓക്കേ ബോസ്. ചേടാ, ആൾക്കാർ വീണ്ടും വരികയാണല്ലോ. ഇപ്രാവശ്യം അവര് പറന്നു വരുന്നത്. അറ്റാക്ക് അറ്റാക്ക്. തണുത്തുറഞ്ഞ പർവ്വത നിരകളിൽ പെട്ടെന്ന് ഇവിടുന്ന് ഒരു ചൂട് അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ ഒരു നിമിഷം കൂടെ ഇവിടെ നിൽക്കാൻ പാടില്ല. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഗസിറ്റാറാം പറയുന്നതാണ് ശരി. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്ത് പോകണം. അതെ. ഇല്ല 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 ഇല്ല. എനിക്ക് നിങ്ങളുടെ ഈ അഭിപ്രായത്തിൽ ഒട്ടും യോജിപ്പില്ല. ഞാൻ സമ്മതിക്കില്ല. അതെ, താങ്ക് യു ചിങ്കം സാറേ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും എന്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, ഞാൻ തന്റെ കൂടെ നിൽക്കാമെന്നല്ല പറഞ്ഞത്. ഇവന്റെ അഭിപ്രായത്തിൽ എനിക്ക് യോജിപ്പില്ലാതാ പറഞ്ഞത്. ഇവൻ എന്താ പറഞ്ഞത്? നമുക്ക് ഇവിടുന്ന് വേഗം പോകാമെന്ന്. നമുക്ക് ഇവിടുന്ന് പോകല്ലേ വേണ്ടത്, ഓടി രക്ഷപ്പെടാ വേണ്ടത്. തിരിഞ്ഞു നോക്കാതെ വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. അതെ, എനിക്ക് പിടിക്കല്ലേ. നിങ്ങൾ ഇൻസ്പെക്ടർ ചിങ്കമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഒരു മിനിറ്റ് മോട്ടു, ഒന്ന് തിരിഞ്ഞു നിൽക്കേ. ഡോക്ടർ ജട്ക, ഇതൊന്ന് നോക്കിക്കേ. ഇതെന്താണ് സാധനം? ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇതെന്തോ പ്രത്യേകതരം കെമിക്കലാണ്. അതും വേറെ എവിടെയും കിട്ടാത്ത ഒരു കെമിക്കൽ. ഇത് ഉപയോഗിച്ച് തീ കത്തിക്കാൻ പറ്റും. അതെ, ഇത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സ്ഥലം ഹോണ്ടഡും വാണ്ടഡും ഒന്നും അല്ല. അതിന്റെ മുകളിൽ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഇവിടെ ആരും തന്നെ വരാൻ പാടില്ലെന്നാണ്. അതേ ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിക്കാനും ശ്രമിക്കുന്നത്. എന്റെ ചങ്കേന്റെ ബ്രോ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മേലേക്ക് പോകണം. പക്ഷേ ഹെൽമെറ്റ് ഒക്കെ പൊട്ടിക്കിടക്കുകയാണല്ലോ. അപ്പൊ റോമിലുണ്ടാവുമ്പോ റോമൻസ് എന്ത് ചെയ്യുമോ അത് തന്നെ നമ്മളും ചെയ്യണം. ശരി, എന്താ അത് കട്ട് ചെയ്യാം. ബോസ്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. അവരിനി ഈ പ്രദേശത്ത് കാല് കുത്തില്ല. ലാൻഡിംഗ് ചെയ്യാൻ അയ്യോ, അവര് വരുന്നു. ഒളിച്ചോ, ഒളിച്ചോളൂ. അല്ല, ഇപ്പോഴല്ലേ ഇവിടുന്ന് ഓടിക്കുവോ എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദം കേട്ടോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് എവിടെ പോയി എല്ലാവരും? മമ്മി, അല്ല, അതാരാണ് സംസാരിക്കുന്നത്? ഇവരൊക്കെ ആരാ?
ഇവിടെ തീർച്ചയായിട്ടും ആരൊക്കെയോ ഉണ്ട്. പക്ഷെ നമ്മൾ ആരെയും കാണുന്നില്ല. എവിടെ പോയി എല്ലാവരും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? വേഗത്തിൽ ആലോചിക്കൂ പ്ലീസ്. ഐഡിയ. ഞാനിതാ ഇപ്പൊ തന്നെ എടുക്കാം. ഹോലി ഹോലി. എല്ലാവരെയും പിടിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾക്ക് കാണാം. ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇൻവിസിബിൾ ട്രൈബ് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ജീവിക്കുന്നതെന്ന്. ആർക്കും നിങ്ങളെ കാണാൻ കഴിയില്ലേ? എഴുന്നേറ്റ് നിൽക്കൂ. ഞാനാണ് സർദാർ സ്നോവ. സ്നോവ അബൂഷ. അബൂഷ അബീഷ അബൂഷ. എടോ, എന്താണോ താനീ പറയുന്നത്? ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷണമില്ല. ഞങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ല നഗരത്തിലുള്ളവർ ഇവിടെ വരുന്നതിനെ പറ്റി. എന്തുകൊണ്ട്? കാരണം ഞങ്ങൾക്ക് മനുഷ്യരോട് അകന്നു നിൽക്കണം. അങ്ങനെ ഞങ്ങളുടെ സംസ്കാരം നിലനിൽക്കൂ. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല ഞങ്ങളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ. Kabusha, kabusha, busha, 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 kabusha, shabusha, shabusha, kushi kushi ki, shabusha, abusha. ഓ, നന്നായി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരാളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ. കംബുഷ, ആബുഷ്ക, ഷാബുഷ, ആബുഷ്ക, രസകരം. രസകരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ? അതെ അതെ, അത് ശരിയാ. ഇവരെന്താ പറയണെന്ന് വെച്ചാ നിങ്ങൾ എന്നോട് മൽപ്പിടുത്തം നടത്തിയേ പറ്റൂന്ന്. ഇവർക്ക് എന്റർടൈൻമെന്റ് കുറച്ചു നാളായിട്ട് കിട്ടിയിട്ടേ ഇല്ല. ഞാൻ എത്ര നേരം നിങ്ങളെ തല്ലുന്നുവോ അത്രയും നേരം നിങ്ങളുടെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടോണ്ടേയിരിക്കും. പിന്നെ നീ എന്നെ മലത്തി അടിച്ച അവരെ പിന്നെ വളരെ നൈസായിട്ട് ഇങ്ങനെ പുറത്തിറക്കും. സ്നോ ബേ, താൻ റെഫറി ആയിട്ട് നിൽക്ക്. മനഃപൂർവ്വം ബാംബൂഷ ഗാംബൂഷ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുടുക്കി കളഞ്ഞല്ലോടാ പത്ലു. ഇനിയിപ്പോ എന്താ ചെയ്യ നമ്മള് പത്ലു? എടോ, എന്തിനാണ് പേടിപ്പിക്കുന്നത്? വരൂ വരൂ, ബീച്ചിലേക്ക് വരൂ. മാറിക്കടോ. ഇല്ല, എന്റെ പൊന്നു ചേട്ടൻ റെഫറി, ഒന്നിങ്ങോട്ട് മാറി നിൽക്കേ. അയ്യോ എന്റെ സ്നോബേ, ക്ഷമിക്കണം. സോറി. അവന്റെ കാര്യം തീർന്നു. ഇനിയിപ്പൊ ആരാ തന്നെ രക്ഷപ്പെടുത്തുന്നേ? എവിടെ പോയി? എന്തിനാണ് ഇങ്ങനെ മറഞ്ഞിരുന്ന് തല്ലുന്നത്? ഇത് ചീറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ സമ്മതിക്കില്ല. അതെ, ഇതെന്താ ചെയ്യുന്നത്? നീ ഇത്രയും എന്തിനാ ഞങ്ങളെ അടിക്കുന്നത്? ഒന്ന് മതിയാക്കിക്കൂടെ? വരൂ, ഇപ്പൊ തന്നെ ഒരുപാടായി. ഞാൻ നിങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ ആളെ കളിപ്പിക്കുകയാണല്ലേ? അത് ശരി, നീ എന്റെ പുറകിലുണ്ടല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഈ മോട്ടുവിന്റെ കഴിവെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. കേട്ടോടാ? അല്ല, നീ ഇത് എങ്ങോട്ടാ പോയത് സർദാറെ? അങ്ങനെ പറ്റേ. പുറത്തേക്ക് വാ. മതി, ഒത്തിരിയായി. നീ ജയിച്ചിരിക്കുന്നു. നീ ഒരു വലിയ ധീരനാണ്.
ഞാൻ തോറ്റിരിക്കുന്നു. എഴുന്നേൽക്കൂ. നോസോ സാറേ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തനിച്ച് ജീവിക്കണോ അല്ലേ? തനിച്ച് ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ. പക്ഷേ പുറത്തുള്ള സിവിലൈസേഷൻ നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. മാത്രമല്ല ഒരുപാട് സുഖസൗകര്യങ്ങളും കിട്ടുന്നതാണ്. നാം അവരെ പോയി ഇടയ്ക്കിടയ്ക്ക് കണ്ടോളാം. അതോർത്ത് വിഷമിക്കണ്ട. അവരുടെ ഞങ്ങൾക്ക് എന്താ ആവശ്യം വെച്ചാ അതെല്ലാം പോയി കൊണ്ടുവരാറുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ. വി വിൽ കീപ് ഇൻ ടച്ച്. ഫോണ് വേറെയുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ എല്ലാ ആധുനിക സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൾച്ചറും സംസ്കാരവും ഒന്നും വിടാൻ താല്പര്യമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പാർട്ടി തന്നൂടെ നിങ്ങൾക്ക്? എന്തുകൊണ്ടില്ല? Watch India's largest kids library only on Jio Hotstar. Download the app now.